ഉള്ളത് പറയുന്നത് കഴിഞ്ഞ 7 മാസമായിട്ട് ഈ നാട്ടിൽ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞ 7 മാസമായിട്ട് ഇവിടെ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? പാവം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് എനിക്കെതിരെ പ്രകടനം നടത്തിച്ചു. അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്ത് തീർക്കണമെന്നുള്ളതല്ലേ ഇവർ പറയേണ്ടത്. അപ്പൊ അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരഞ്ഞെടുക്കുന്ന ഒരാഴ്ചയേ ഉള്ളൂ. അപ്പൊ 4 കുറ്റം എന്റെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടമോ സ്നേഹമോ പറഞ്ഞാലോ എന്നതായിരിക്കും അവർ പരീക്ഷ. എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനത്തെ ഒരു കൺകെട്ടിന്റെ മുന്നിൽ വീണു പോകുന്നവരല്ല വടകരയിലെ ജനങ്ങൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. അപ്പൊ ഈ ഉച്ചയുടെ മുമ്പ് ഒരു പോയിന്റിലും കൂടി എത്തണം, 1 മണിയുടെ മുമ്പ്. അല്ല, അങ്ങനെ നോട്ടീസ് ചെയ്തു 1 മണിയുടെ മുമ്പ് ഒരു പോയിന്റിലും കൂടി എത്താനുള്ളത് കൊണ്ട് ഞാനിനി ദീർഘമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. നമ്മളെ തമ്മിലെടുപ്പിക്കുന്ന വർഗീയ ഫാസിസം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെ തിരുത്തും. ജനാധിപത്യ വിരുദ്ധത നടക്കുമ്പോൾ നമ്മൾ അതിനെ തിരുത്തും. ഇവിടെ ബോംബിനേക്കാൾ, വാളിനേക്കാൾ, വെട്ടിനേക്കാളൊക്കെ കരുത്ത് വോട്ടിനുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. ആ അവകാശം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഞാൻ പരമാവധി ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. എന്നെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവിയായിട്ട് നിങ്ങൾ കാണില്ല. ഞാനിത് കഴിഞ്ഞാലും ഇതുപോലൊക്കെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കണം, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി ബന്ധത്തിലും പരിചയത്തിലും കുടുംബത്തിലും അയൽവീട്ടിലും ജോലിസ്ഥലത്തും മക്കളുടെ കുടുംബത്തിലും മരുമക്കളുടെ കുടുംബത്തിലും ജോലിക്ക് പോകുന്നിടത്തും ഒക്കെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണം. പറയോ എല്ലാവരും? അങ്ങനെ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ, നിങ്ങൾ വോട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുന്നു.